നമസ്കാരം. VD4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാറളം ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. INTUC പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ജില്ലാ സെക്രട്ടറി P. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ സയൻസ് ഫെസ്റ്റും സിമ്പിൾ എക്സ്പെരിമെന്റ് എക്സ്പോയും സംഘടിപ്പിച്ചു. സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക ഫിലോ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ഊരകം ALP സ്കൂളിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നിറവ് ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ചെറുപ്പമല്ല, 60 വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ വയസ്സൊന്നുമല്ല. ഇപ്പോഴും ചുറുചുറുക്കോടുകൂടി ചെറുപ്പക്കാരയിലും ഉഷാറിൽ നടക്കുന്ന ആളുകളാണ് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊഴിലുറപ്പ് തൊഴിൽ വന്നതിന് ശേഷം എത്ര ആളുകളാണ് 80 വയസ്സുള്ള 85 വയസ്സുള്ള അമ്മമാർ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് പണിയെടുത്ത് നടക്കുന്ന ആവതുണ്ട്, പക്ഷെ വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് ശരീരം ഒന്നിനും കൊള്ളാതാവും. ആ രീതിയിൽ നമുക്ക് ഏതെല്ലാം മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം. നമുക്ക് മനസ്സിൻ്റെ സന്തോഷമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ആയുസ്സിന് ദീർഘം നൽകുന്നത്. മയിൽപീലി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K. പ്രമോദ, ജെയിംസ് പോൾ, വിദ്യാനന്ദനൻ, അംഗങ്ങളായ മിനി വിനിയൻ, സ്മിനു മുകേഷ്, PK ലിജീവ്, അനിത പ്രസന്നൻ, പഞ്ചായത്ത് സെക്രട്ടറി T. സത്യൻ, ICDS സൂപ്പർവൈസർ TS സൂര്യമോൾ എന്നിവർ സംസാരിച്ചു. JHI ഊർമിള ഉണ്ണി ക്ലാസ് നയിച്ചു. INTUC പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ജില്ലാ സെക്രട്ടറി P. രാമകൃഷ്ണൻ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മൂലേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TM മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് INTUC നേതാക്കളായ ബാലമുരളി, CR മണി, പ്രകാശൻ, ഗോപി, സൈമൺ, MC കൊച്ചപ്പൻ, കുട്ടപ്പൻ, വർഗീസ്, സന്തോഷ്, കുട്ടൻ, ഗിരിജൻ, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ സയൻസ് ഫെസ്റ്റും സിമ്പിൾ എക്സ്പെരിമെന്റ് എക്സ്പോയും സംഘടിപ്പിച്ചു. സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക ഫിലോ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കഴിവുകളൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനി സയൻസ് കണ്ടും ചെയ്തും പഠിക്കാനുള്ളതാണ്. ഈ പഠനത്തിൽ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ? അയാൾക്ക് വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടല്ലോ. സയന്റിസ്റ്റ് എന്നുള്ള നിലയിലെല്ലാം അവർ അറിയപ്പെടുന്നത്. ആർക്ക് പറയാം? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഭയങ്കര തലച്ചോറാന്നാ പറയണ അവർക്ക്. നമ്മുടെ തലച്ചോറ് സൂക്ഷിച്ച് വെച്ചേക്കണ ഗവേഷണം നടത്താൻ. ഗ്രാവിറ്റിയാ, അത് ഐസക് ന്യൂട്ടനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ബോംബ് എന്നൊക്കെ കേട്ടണ്ട, ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ കേട്ടണ്ട. ആ ബോംബിന്റെ പ്രവർത്തന തത്വം കണ്ടുപിടിച്ച ആളാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആദ്യമായിട്ട് ആ കണ്ടുപിടുത്തം എവിടെയാ പ്രയോഗിച്ചെന്നറിയോ? 2ാം ലോകമഹായുദ്ധകാലത്താണ് ആ ബോംബിട്ടത്. എവിടെയാ ബോംബിട്ടത്? ആ സ്ഥലം അറിയോ നിങ്ങൾ? ദിനാചരണങ്ങളൊക്കെ വേണ്ടത് നടത്താറില്ലേ? എവിടെയാണ് ബോംബിട്ടത്? ആദ്യമായിട്ട് ഈ ബോംബിട്ട സ്ഥലങ്ങൾ പിന്നീന്നൊന്നുമില്ലേ? 7ാം ക്ലാസ്സുകാർക്കൊന്നും ഉത്തരയില്ലേ? ഉറക്കെ പറയേ. നാഗസാക്കി, ഹിരോഷിമയിലൊക്കെ.
അപ്പൊ ആ ബോംബിന്റെ പ്രവർത്തന തത്വം കണ്ടുപിടിച്ച ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പ്രധാന അധ്യാപിക മിനി മോൾ, PTA പ്രസിഡന്റ് ML ആനന്ദൻ, മേരി ജ്യോതിസ്, PG ആശ, KR രമ്യ എന്നിവർ സംസാരിച്ചു. ഐസ് കത്തുന്ന പരീക്ഷണം, ലാവാ ലാമ്പ് എന്നീ പരീക്ഷണങ്ങളിലൂടെയാണ് സയൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. പരീക്ഷണമായാലോ? നിങ്ങൾക്ക് ഈ പന്തിനെ ഈ കുപ്പിയിൽ കയറ്റാൻ കഴിയുമോ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കുപ്പിയും ഒരു കടലാസ് പന്തും. ചെയ്യുന്ന രീതി: ഒരു വാവട്ടം കുറഞ്ഞ ഒരു കുപ്പിയുടെ വായ്ഭാഗത്തായി ഒരു കടലാസ് പന്ത് വെച്ച് നമുക്ക് അതിന് നേരെ ഊതാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? പന്ത് കുപ്പിയിൽ കയറുന്നില്ല. ഇതിന് കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാമോ? കാരണം ഞാൻ പറയാം. നമ്മൾ ഊതുമ്പോൾ വായു ചലിക്കുന്നു. ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവായിരിക്കും. പക്ഷേ കുപ്പിയുടെ അകത്തുള്ള വായുവിന് മർദ്ദം കൂടുതലും. അതുകൊണ്ട് തന്നെ കുപ്പിയുടെ അകത്തുള്ള വായു പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും. പക്ഷേ ഈ കടലാസ് പന്ത് അതിന് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ കടലാസ് പന്തിനെ താഴെ വീഴ്ത്തുന്നു. ഊരകം ALP സ്കൂളിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നിറവ് ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറത്ത് ഉദ്ഘാടനം ചെയ്തു. PTA ബാലജന സഖ്യം ജില്ലാ കോർഡിനേറ്റർ KV പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സാമൂഹിക പ്രവർത്തകനും ബാലജന സഖ്യ സഹകാരിയുമായ KL ആന്റണി മുഖ്യാതിഥിയായിരുന്നു. അധ്യാപകരായ ജീനി, ജൂഡിറ്റ്, വിദ്യാലയ ബാലജന സഖ്യം കോർഡിനേറ്റർ പ്രീത, രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ വർഷത്തെ ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം രാമചന്ദ്രൻ പഴമ്പിള്ളിക്ക് നൽകുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. 82-ാം വയസ്സിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം കൃഷിയിലും സജീവമാണ് രാമചന്ദ്രൻ പഴമ്പിള്ളി. പഴമ്പിള്ളി വീട്ടിൽ കല്യാണക്കുട്ടി അമ്മയുടെയും ചിറ്റി ചാത്തക്കുടം കോടേരി കൃഷ്ണൻ മേനോന്റെയും മൂത്ത മകനായ രാമചന്ദ്രൻ തന്റെ പ്രൈമറി വിദ്യാഭ്യാസം വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിലും തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചേർപ്പ് CNN സ്കൂളിലും പൂർത്തിയാക്കി. 1963-ൽ ഇന്ത്യൻ കരസേനയിൽ നിയമനം ലഭിച്ച അദ്ദേഹം 1987 മെയ് മാസത്തിൽ ഹവിൽദാർ മേജറായി വിരമിച്ചു. 2000 മുതൽ ചാത്തക്കുടത്ത് സ്ഥിരതാമസമാക്കിയ അദ്ദേഹം ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രോപദേശക സമിതിയിൽ അംഗമായി ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. 2012 മുതൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. പെരുവന മാറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി അംഗവുമാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടാതെ ഈ 82-ാം വയസ്സിലും കൃഷിയിലും ഒരുപോലെ ശ്രദ്ധ നൽകുന്നു എന്നത് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച കർഷകനുള്ള പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായിട്ടുണ്ട്. ഫെബ്രുവരി 22-ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ പുരസ്കാരം സമർപ്പിക്കും. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും ബുധനാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിലെ ശിവേലി എഴുന്നള്ളിപ്പിന് തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും. 11-ന് കാര്യസിദ്ധി പൂജ, പ്രസാദഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് 6:15-ന് ദീപാരാധനയ്ക്കു ശേഷം വിവിധ സമാജങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന കൂട്ടി എഴുന്നള്ളിപ്പിന് പാമ്പാടി രാജൻ ദേവിയുടെ തിടമ്പേറ്റും. കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന പാണ്ടിമേളം, തുടർന്ന് കുടമാറ്റം, വേലകളി, വെടിക്കെട്ട്, തായമ്പക എന്നിവ അരങ്ങേറും. വ്യാഴാഴ്ച രാവിലെ 10:30-ന് ഗുരുതി തറയിൽ നടക്കുന്ന വലിയ ഗുരുതിക്ക് ശേഷം ക്ഷേത്രനട അടയ്ക്കും. ഫെബ്രുവരി 7-ന് നടതുറപ്പ് മഹോത്സവവും പൊങ്കാല സമർപ്പണവും നടക്കും. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിച്ചു വന്നിട്ടുണ്ട്. ഭക്തജനങ്ങളുടെയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇനിയുള്ള പരിപാടികളും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വർഷം 26 ഗജവീരന്മാരാണ് നമ്മുടെ വേലമഹോത്സവത്തിൽ അണിനിരക്കുന്നത്. ക്ഷേത്രത്തിലെ ദേവിയുടെ കിടമ്പ് ഏറ്റുന്നത് ഗജരാജൻ പാമ്പാടി രാജനാണ്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ എല്ലാ ദിവസവും ക്ഷേത്രം ക്ഷേമസമിതി പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, ക്ഷേമസമിതി കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഇടവേള കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത വിതരണോദ്ഘാടനം നിർവഹിച്ചു.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. അനിത അധ്യക്ഷത വഹിച്ചു. 3 ലക്ഷം രൂപ വിനിയോഗിച്ച 600 ഗുണഭോക്താക്കൾക്കായി ചേന, കാച്ചിൽ, ഇഞ്ചി, മഞ്ഞൾ, മധുരക്കിഴങ്ങ് തുടങ്ങിയവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തത്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ A.M. മെഹബൂബ്, ബുഷ്ര അബ്ദുൽ നാസർ, അംഗങ്ങളായ I.S. അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയപ്രസാദ്, C.K. ഷിജി, K.K. സൈനുദ്ദീൻ, ഷൈജ കിഷോർ, കൃഷി ഓഫീസർ T.R. അഞ്ജന, സയന, കൃഷി അസിസ്റ്റന്റുമാരായ K. ജിഷ, VB ബിനു എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തും വടക്കുംപുറം കൈപ്പിള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായി സംയോജിത കൃഷി ആരംഭിച്ചു. CPM മണലൂർ ഏരിയ സെക്രട്ടറിയും സംയോജിത കൃഷി മണലൂർ ഏരിയ ചെയർമാനുമായ C.K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ജില്ലി വിൽസൺ അധ്യക്ഷത വഹിച്ചു. വിഷുവിന് വിളവെടുക്കാൻ ഉദ്ദേശിച്ചുള്ള കൃഷിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. വഴുതന, വെള്ളരി, തക്കാളി, മത്തങ്ങ തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ചാലാടിയിൽ 2 ഏക്കറിൽ എള്ള്, മനക്കൊടിയിൽ 80 സെന്റ് സ്ഥലത്ത് കൊള്ളി എന്നിവയും സംഘം കൃഷി ചെയ്യുന്നുണ്ട്. ചാണകം പൊടിച്ച് വിൽപ്പന നടത്താനുള്ള കേന്ദ്രവും അരി പൊടിക്കുന്ന മില്ലും സംഘം വൈകാതെ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ പറഞ്ഞു. സംയോജിത കൃഷി ഏരിയ കൺവീനർ രാജേഷ് കൊല്ലാടി, സംഘം പ്രസിഡന്റ് E.K. ജയപ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C.G. സജീഷ്, വാർഡംഗങ്ങളായ K. രാഗേഷ്, വൃന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ 5-ാം കല്ലിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ തകർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന 5-ാം കല്ലിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴി എടുക്കുന്നതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നത്. ഇതേ തുടർന്ന് ചേറ്റുവയുടെ പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ പൈപ്പുകൾ തകരുന്നത് പതിവാണ്. ഏങ്ങണ്ടിയൂരിലെ പല പ്രദേശങ്ങളിലും ഇതുമൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം പമ്പിംഗ് പുനരാരംഭിച്ചത്. പമ്പിംഗ് തുടങ്ങി പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതിനിടയിലാണ് വീണ്ടും പൈപ്പുകൾ തകർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെയും ദേശീയപാത കരാർ കമ്പനിയുടെയും സ്വന്തം ചെലവിൽ കുടിവെള്ളം വിതരണം ചെയ്യണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു. കുടിവെള്ളത്തിനും പാർപ്പിടത്തിനും ശുചിത്വത്തിനും ഊന്നൽ നൽകി നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.R. ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു പദ്ധതി രേഖ അവതരിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജോഷ് ആനന്ദ്, പഞ്ചായത്ത് അംഗങ്ങളായ K.B. ഷൺമുഖൻ, K.K. സന്തോഷ്, P.V. സെന്തിൽകുമാർ, നികിത P. രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷാബി അബ്ദുൽ ജബ്ബാർ, സെക്രട്ടറി R.H. നിനിത, A.S. പ്രീത എന്നിവർ പങ്കെടുത്തു. ഇല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക മണ്ടത്തരായി പോകും എന്നുള്ളതാണ്. വെറുതെ ജോലി ചെയ്യിപ്പിച്ചുകൂടെ അത് കഴിഞ്ഞ് നാടിനും നാട്ടുകാർക്കും ആവശ്യമില്ലാത്തൊരവസ്ഥയിൽ നമ്മളൊക്കെ മാറുക അതല്ലല്ലോ ആവശ്യം. നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ നമുക്ക് തുടർ പദ്ധതികൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ വരുമ്പോൾ പുതിയ ഇത് വരുമ്പോൾ തുടർ പദ്ധതികളും ഒന്നും ഉണ്ടായിരുന്നില്ല. തുടർ പദ്ധതികളായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതേസമയം വികസന സെമിനാറിൽ നിന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നു. പദ്ധതി രൂപീകരണ നിർദ്ദേശങ്ങൾ ഗ്രാമസഭ വഴി ക്ഷണിച്ച ശേഷം സുപ്രധാന സമിതിയായ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്നാരോപിച്ചാണ് UDF അംഗങ്ങൾ വികസന സെമിനാർ ബഹിഷ്കരിച്ചത്. വള്ളിശ്ശേരി മുപ്ലിയത്ത് മോഹനൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വത്സലയാണ് ഭാര്യ. നിമ്മി, നിഖില എന്നിവർ മക്കളും കണ്ണൻ, വരുൺ എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാറളം ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. INTUC പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ജില്ലാ സെക്രട്ടറി P. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ സയൻസ് ഫെസ്റ്റും സിമ്പിൾ എക്സ്പെരിമെന്റ് എക്സ്പോയും സംഘടിപ്പിച്ചു. സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക ഫിലോ ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു. ഊരകം ALP സ്കൂളിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് നിറവ് ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.